ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികയും വരുണും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. എന്നാലും ഈ കണ്ണൻ എത്ര പെൺകോന്തനാണെന്ന് ഞാൻ കരുതിയില്ല. നാണം കെട്ടവൻ. പാതിരാത്രി പോയി മസാല ദോശ മേടിക്കാൻ നാണോ ഇല്ലല്ലോ അവന്. ഭാര്യയുടെ സാരിത്തുമ്പം പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാൻ. എന്തായാലും അമ്മേ, നമുക്കൊരു ഐഡിയ ചെയ്യാം. ഇതിൻ്റെ പേരും പറഞ്ഞ് കണ്ണേട്ടനെ ഒന്ന് നാണം കെടുത്താം. എങ്ങനെ? അല്ല, എന്തായാലും പോയിട്ട് വരുന്ന ഗോവിന്ദേട്ടൻ ഉറപ്പായിട്ടും മസാല ദോശ മേടിക്കാൻ പോയതാണെന്ന് പറയില്ല. അപ്പം നമുക്ക് അതിൻ്റെ പേരും പറഞ്ഞ് കളിയാക്കണം. ഇനി മേല ഗോവിന്ദേട്ടൻ ഒരിക്കലും ഒരാളെയും കളിയാക്കില്ല, ഒരാളെയും സഹായിക്കില്ല. അതുപോലെ നമുക്ക് ചെയ്യണം. അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ അതെങ്ങനെയും നമുക്ക് ചെയ്യിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഗോവിന്ദേട്ടനെ നമ്മൾ പൂർണ്ണമായിട്ടും കളിയാക്കണം. ഇനി ഭാര്യയുടെ വാലും താങ്ങി പിടിച്ച് നടക്കരുത്, അതിനു വേണ്ടി എന്നും പറയുകയാണ്. അത് കേട്ടതും രാധിക, ഇത് നല്ല ഐഡിയ, എന്നാൽ പിന്നെ വാ നമുക്ക് വാതിക്കയിൽ കാത്തു നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധികയും വരുണും അവിടെ ഹോളിൽ പോയിരിക്കുക. ഈ സമയം ഗീതു എല്ലാം ഒളിഞ്ഞെന്ന് കേട്ടിട്ട് എന്തായാലും എത്ര കിട്ടിയാലും പഠിക്കില്ല രണ്ടും. കിട്ടാനുള്ളത് വയറ് നിറച്ച് കിട്ടുമ്പോൾ രണ്ടും സമാധാനത്തോടെ പോയി കിടന്നോളും എന്നൊക്കെ പറയണം. ഇത് കേട്ടതും നമ്മുടെ ഗീതത്തേക്ക് പോവുക. എന്നിട്ട് അകത്ത് പോയിട്ട് എന്നാലും രേഖേച്ചി പാവം, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ രേഖേച്ചിയുടെയും രഞ്ജുവിൻ്റെയും കാര്യം പറയാൻ മറന്നുപോയല്ലോ ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും ഗോവിന്ദ കണ്ണേട്ടനെ വിളിച്ച് പറയാം എന്നും പറഞ്ഞ് ഗീത ഫോൺ എടുത്തു. അയ്യോ, കണ്ണേട്ടൻ എടുക്കുന്നില്ലല്ലോ, എന്തായാലും അടുത്ത് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീത അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുക. ഈ സമയം ഗോവിന്ദ് മസാല ദോശയുമായിട്ട് കയറി വരികയാണ്. അങ്ങനെ കയറി വരുമ്പോൾ രാധികാമ്മയും വരുണും വാതിക്കെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദേട്ടൻ ഈ രാത്രി എവിടെ പോയതാ? അപ്പോൾ രാധിക, അതേ കണ്ണ, നീ എവിടെ പോയതാ? അതമ്മക്കറിയില്ലേ, ഗോവിന്ദേട്ടനെ രാത്രി ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് കിട്ടിക്കാണും, അതിന് സൈൻ ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാവും, അതിനു വേണ്ടി പോയതാകാം എന്നൊക്കെ പറയാണ്. തെറ്റി, നിങ്ങൾക്കൊക്കെ തെറ്റി. നിങ്ങളുടെയൊക്കെ വിചാരം ഞാനൊരു വലിയ ബിസിനസ്സുകാരൻ മാത്രമാണെന്നാ. അപ്പോൾ ഗീതു എല്ലാം മുകളിൽ നിന്ന് കാണുക. ഇപ്പം രാധികാമ്മയ്ക്കും വരുണിനും കിട്ടും. എത്ര കിട്ടിയാലും പഠിക്കാത്ത ജന്മങ്ങൾ, നാണോ മാനോ ഇല്ല എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയം രാധികാമ്മ, എന്താ കണ്ണ നീ പറഞ്ഞു വരുന്നേ? അതെ, ഞാനൊരു ബിസിനസ്സുകാരൻ മാത്രമാണെന്ന് നിങ്ങളുടെയൊക്കെ വിചാരം. എന്നാലേ ഞാനൊരു ഭർത്താവാണ്, ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുന്ന ആളാണ്, ഒരു സഹോദരനാണ്, ഒരു നല്ല മകനാണ്, എല്ലാമാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ആഗ്രഹം, അതായത് വയറ്റിക്കണ്ണിയായ എൻ്റെ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വെളിയിലേക്ക് പോയത്, അവൾക്ക് മസാല ദോശ മേടിക്കാൻ. അത് കേട്ടതും അയ്യേ, മസാല ദോശ മേടിക്കാനോ? ഗോവിന്ദേട്ടന് നാണോ ഇല്ലേ? എന്താടാ, കുടിക്കാനുള്ള ബ്രാൻഡി തീർന്നു പോയാൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നുണ്ടോ എന്നും ഗോവിന്ദൻ്റെ ചോദ്യം. അത് കേട്ടതും നമ്മുടെ വരുൺ മൂടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക, വായം പൊത്തി പിടിച്ചിട്ട്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക, എന്താടാ നിൻ്റെ താവിറങ്ങിപ്പോയോ? കുടിക്കുമ്പോൾ ബ്രാൻഡി തീർന്നു പോയാൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്ന്. അത് കേട്ടതും രാധിക, കണ്ണാ, എന്നാലും നീ ഇത്രയ്ക്ക് പെൺകോന്തനാണെന്ന് ഞാൻ കരുതിയില്ല. ഭാര്യ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി പാതിരാത്രിക്ക് കാറും എടുത്ത് പുറപ്പെടുക? എവിടാ, നീ ഒരു കോള് വിളിച്ചാൽ മതി, നിന്നെ തേടി ഫുഡുകൾ ഇവിടെ എത്തും. എന്നിട്ടും അതൊക്കെ അറിഞ്ഞിട്ടും നീ ഈ കാറും എടുത്തോണ്ട് പോയത് ശരിയായില്ല കണ്ണാ. ശരിക്കും പെൺകോന്തന്മാർ ചെയ്യുന്നതിന് ഇത് തുല്യമാണ് നീ ഇപ്പം ചെയ്തത്. നിന്നെ പെൺകോന്തൻ എന്ന് വിളിച്ചാലും തെറ്റില്ല. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പം മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പും പെൺകോന്തനായിട്ടുണ്ട്. രാധികാമ്മ മറന്നുപോയോ? അച്ഛൻ്റെ മാനസികാവസ്ഥയോർത്ത് പ്രിയയെ വയറ്റിലായിരിക്കുമ്പോൾ ഒന്നും ചോദിക്കാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന്. അന്നും ഇതുപോലുള്ള മസാല ദോശകൾ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞാനൊരു പെൺകോന്തനാണെന്ന്. എന്തേ പറയാതിരുന്നത്? അത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനല്ലേ. നിങ്ങൾക്ക് മാത്രമേ ആഗ്രഹങ്ങൾ ഉണ്ടാവുമോ? അതെ, പാവം എൻ്റെ ഭാര്യയ്ക്കും ഇവിടെയുള്ള മറ്റു 2 ഗർഭിണികൾക്കും ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ സാധിച്ചു കൊടുക്കും ഞാൻ. അതിന് നിങ്ങൾ എന്നെ പെൺകോന്താന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ അന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്നെ പലരും അമ്മായിയമ്മയുടെ രണ്ടാം അമ്മയുടെ വാക്ക് കേൾക്കുന്ന പെൺകോന്തനെന്ന് വിളിച്ചിരുന്നു. ഞാനത് കാര്യമാക്കി എടുത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും കണ്ടോളാം, കേട്ടല്ലോ. പിന്നെ ഇനി നിങ്ങൾ എന്നെ പെൺകോന്തനായിട്ട് കണ്ടാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. കാരണം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ ഞാനത് ചെയ്യുന്നത്. അതിലെനിക്ക് ഒരു മടിയില്ല. അതെ, കുഞ്ഞിനെ ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, അതുപോലെ ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാര്യയെ സ്നേഹിക്കണം.
അല്ലാതെ വെറുതെ അവളുടെ വയറ്റിൽ കുഞ്ഞായി കഴിയുമ്പോൾ തള്ളിപ്പറയല്ല വേണ്ടത്, തള്ളിക്കളയല്ല വേണ്ടത്, ചേർത്ത് പിടിക്കുക ഏതൊരു സാഹചര്യത്തിലും. അതാണ് യഥാർത്ഥാണ്, മനസ്സിലായോ എന്നും പറഞ്ഞേക്ക് ഇറങ്ങി വരിക. ആഹാ ആഹാ, കിട്ടി, കിട്ടേണ്ടത് കിട്ടി. അല്ല, ചോദിച്ചു മേടിച്ചു എന്ന് തന്നെ പറയാമല്ലോ. ചോദിച്ചു മേടിച്ചപ്പോൾ സമാധാനമായല്ലോ. രണ്ടെണ്ണവും എത്ര കിട്ടിയാലും മതിയാവില്ല. കണ്ണേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ വന്നോളും, ഓരോന്ന് പറഞ്ഞുകൊണ്ട്. കഷ്ടം എന്നും ഗീതു ഇത് കേട്ടതും രാധികമ്മയും വരണം പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക. അങ്ങനെ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും ഗോവിന്ദ്, ആ ഗീതു വാ, ദേ നമുക്ക് മസാല ദോശ കഴിക്കാം, ചൂടോടെ കഴിക്കാം, ഇതിൽ ഞാൻ നിനക്ക് വാരിത്തരാം വാ. അത് കേട്ടതും അല്ല കണ്ണേട്ടാ, നമുക്കേ പിന്നെ ഞാൻ കഴിക്കാം, കണ്ണേട്ടൻ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയണം. അത് കേട്ടതും എന്താ ഗീതു, എന്ത് പറ്റി? കണ്ണേട്ടനെ എന്തോ ജോലി ചെയ്യാൻ പോയപ്പോഴല്ലേ ഞാനത് പറഞ്ഞ് കണ്ണേട്ടനെ പറഞ്ഞു വിട്ടത്. കണ്ണേട്ടൻ പോയി ജോലി ചേർത്തോ, ഞാൻ കഴിച്ചോളാം. അത് പറ്റില്ല, ഞാൻ വാരിത്തരാം. എന്നാൽ ശരി, നീ ഒറ്റയ്ക്ക് കഴിക്കാൻ പോവുകയാണോ ഗീതു? അതൊക്കെ പറയാം, കണ്ണേട്ടൻ പോയി പണി ചെയ്തോ എന്നും പറയാം. അങ്ങനെ ഗോവിന്ദ് അങ്ങ് പോയി. ഗോവിന്ദ് പോയി കഴിഞ്ഞതും നമ്മുടെ ഗീതു പാവൻ രേഖേച്ചി, എന്തായാലും രേഖേച്ചിക്ക് കൊടുക്കണം കുറച്ച്, ഇല്ലെങ്കിൽ രേഖേച്ചിക്ക് അത് വലിയ സങ്കടമാവും. ഞാൻ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, രേഖേച്ചിക്ക് കൊടുത്തേ മതിയാകും എന്ന് ആലോചിച്ചുകൊണ്ട് ഗീതു നേരെ രേഖയുടെ മുറിയിലേക്ക് പോവുക. ഈ സമയം രേഖയുടെ മുറിയിലേക്ക് ചെന്നതും നമ്മുടെ രേഖ, ഞാൻ കതക് തുറക്കില്ല, വരുണേട്ടൻ ഇനി എത്ര വിളിച്ചാലും ഞാൻ കതക് തുറക്കില്ല, വരുണേട്ടൻ അമ്മയുടെ കൂടെ കിടന്നാൽ മതി. അത് കേട്ടതും ചേച്ചി വരുണേട്ടനല്ല ഞാനാ ഗീതു. ആ ഗീതു ആണോ എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഓടിപ്പോയി വാതിൽ തുറക്കുക. എന്താ ഗീതു? അതെ, ഞാൻ മസാല ദോശ കഴിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ എനിക്ക് വേണ്ടി മസാല ദോശ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല മേടിച്ചത്, ചേച്ചിക്കും കൂടെ വേണ്ടി മേടിച്ചു. എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നിയെന്ന് നീ ഗോവിന്ദേട്ടനോട് പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല ചേച്ചി, ഇത് ഗോവിന്ദേട്ടൻ അറിഞ്ഞുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നതാ. ചേച്ചിയുടെ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ ഞങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെ ഉള്ളൂ. വരുണേട്ടൻ അതൊന്നും ചെയ്യില്ല എന്ന് ഗോവിന്ദേട്ടന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നതായിരിക്കും എന്നൊക്കെ പറയണം. അത് കേട്ടതും വേണ്ട ഗീതു, അപ്പോൾ നമ്മുടെ രേഖ മനസ്സിലാലോചിക്കുക, ഇതൊക്കെ വരുണേട്ടൻ തരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ അങ്ങേര് തരാത്ത സ്ഥിതിക്ക് ഇനി ഇതെനിക്ക് എന്തിനാ, എനിക്ക് വേണ്ട മോളെ. അത് പറഞ്ഞാൽ പറ്റില്ല, ഇതിലേ ഒരു ചേട്ടൻ്റെ സ്നേഹം കൂടെ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കഴിക്കണം. വന്നിവിടെ ഇരിക്കി, എൻ്റെ രേഖക്കുട്ടിക്ക് ഞാൻ വാരിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ മസാല ദോശ അവിടെ തുറന്നു വെച്ചതിന് ശേഷം അതിൽ നിന്ന് സാമ്പാറും ചട്നി എടുത്ത് പുറത്ത് വെച്ച് ഒരു കഷ്ണം ദോശ അതിൽ നിന്ന് കിള്ളി അതിൽ സാമ്പാറിൽ മുക്കി ചട്നിയിൽ മുക്കി എന്നിട്ട് നേരെ രേഖയുടെ അടുത്തേക്ക് ചെന്നു. നല്ല പ്യൂർ നെയ്യിൽ ഉണ്ടാക്കിയെടുത്ത അയ്യറുടെ കടയിലെ മസാല ദോശ കഴിച്ചു നോക്ക് രേഖേച്ചി എന്നും പറയുക. അങ്ങനെ അത് കഴിക്കാനായിട്ട് രേഖ വായ തുറക്കുക. രേഖയുടെ വായിലേക്ക് ഗീതു വെച്ചു കൊടുത്തു. രേഖ സന്തോഷത്തോടെ കഴിച്ചു. രേഖയുടെ കണ്ണ് നിറഞ്ഞ് കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. അതെ, എന്തുകൊണ്ടാണെന്ന് ഗീതുവിനറിയാം. അതുകൊണ്ട് ഗീതു അത് ചോദിച്ച് രേഖയെ ബുദ്ധിമുട്ടിച്ചില്ല. കുറേ വാരിക്കൊടുത്തു. രേഖയുടെ കൊതി തീരും വരെ ഗീതു വാരിക്കൊടുത്തുകൊണ്ടേയിരുന്നു. അത് കഴിച്ച് രേഖയ്ക്ക് സന്തോഷമായി. ഇതെല്ലാം ഗോവിന്ദ് മറിഞ്ഞു നിന്ന് കണ്ടു. ആ കാഴ്ച കണ്ട് ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു. ഈശ്വര, എന്താ ഞാൻ ഈ കാണുന്നേ? എനിക്ക് കൊതിയുണ്ടെന്നും പറഞ്ഞ് മസാല ദോശ മേടിപ്പിച്ചിട്ട് അവളത് രേഖയെ കഴിപ്പിക്കുകയാണല്ലോ. ദൈവമേ, ഇത്രയും നല്ല മനസ്സുള്ളൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതെ, ഇവളെ ഒരിക്കലും കൈവിട്ട് കളയാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് മാറി നിന്ന് കരയുക. അങ്ങനെ രേഖയെ മൊത്തം കഴിപ്പിച്ച് ഗീതു പുറത്തേക്ക് വരുമ്പോൾ ഗോവിന്ദ് അവിടെ നിന്നു. ഗോവിന്ദ് അവിടെ നിന്നതും നമ്മുടെ ഗീതു ചോദിക്കുകയാണ്, എന്താ കണ്ണേട്ടൻ ഇവിടെ നിൽക്കുന്നേ? രേഖയുടെ വയറ് നിറഞ്ഞോ എന്നും ചോദിക്കുക. ആ, രേഖയുടെ വയറ് നിറഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കണ്ണേട്ടാ, പാവം നമ്മളല്ലേ അതൊക്കെ അറിഞ്ഞ് ചെയ്യണ്ടേ. ഞാനും ഗർഭിണിയാണ്, എന്നാലും രേഖേച്ചിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സാധിച്ചു കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. കണ്ണേട്ടൻ രേഖേച്ചിയുടെ മുറിയിൽ വന്നായിരുന്നോ? വന്നു, എല്ലാം കണ്ടു ഗീതു. അത് കേട്ടതും ഞാനാ തെറ്റുകാരൻ, ഞാൻ ചെയ്യേണ്ടതായിരുന്നു അറിഞ്ഞ്. നീ പറഞ്ഞപ്പോൾ 3 പേർക്ക് മേടിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു, നിനക്ക് മാത്രം മേടിച്ചുകൊണ്ട് വന്നു. ധ്യാനിവിടെ ഇല്ലാത്ത കാര്യം ഞാനങ്ങ് മറന്നു. പിന്നെ ധ്യാനിവിടെ ഇല്ലെങ്കിലും അവൻ ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അയ്യപ്പണ്ണ മേടിച്ചു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും രേഖയുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. എന്തായാലും നീയെല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അതേ കണ്ണേട്ടാ, പാവം രേഖേച്ചിക്ക് മനസ്സ് നിറഞ്ഞോന്നൊന്നും എനിക്കറിയില്ല. കാരണം വരുണേട്ടൻ കൊടുക്കണമെന്നായിരുന്നു രേഖേച്ചിയുടെ ആഗ്രഹം. എന്നാൽ കൊടുത്തത് ഞാനല്ലേ. അങ്ങേർക്ക് രേഖേച്ചിയോട് സ്നേഹമുണ്ടോയെന്ന് പോലും അറിയില്ല. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം തലവര, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. സന്തോഷമായിടി പെണ്ണെ, എനിക്ക് സന്തോഷമായി. ഈ വീട്ടിൽ എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരാളും കൂടെ ഉണ്ട്, അത് നീയാ. സ്വന്തം ഇഷ്ടങ്ങൾ മറന്ന്, സ്വന്തം ആഗ്രഹങ്ങൾ മറന്ന് നീ ചെയ്ത ഈ ത്യാഗം ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷം തന്നു, ഒരുപാട് എന്നും പറഞ്ഞ് ഗീതുവിനെ കെട്ടിപ്പിടി. നീ മസാലദോശ കഴിക്കാൻ തോന്നിയ എൻ്റെ വ്യാക്കുള്ള ഭാര്യയ്ക്ക് ഞാൻ എങ്ങനെ മസാലദോശ തരും എന്നും ഗോവിന്ദ്. എനിക്ക് വേണ്ട കണ്ണേട്ടാ, വാ നമുക്ക് കിടക്കാം, ഇനി നാളെ മറ്റോ പോയി കഴിക്കാം വാ എന്നും പറയാം. അത് പറ്റില്ല, തന്നേ പറ്റൂ, അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും, ഈ ഡ്രസ്സ് തന്നെ മതി, വാ രാത്രിയല്ലേ, അതൊന്നും വേണ്ട കണ്ണേട്ടാ, വാ ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് അവർ യാത്ര പോവുക. ഇനി പറ, നമ്മൾ എന്നാണ് ലാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ രാത്രി? അത് കേട്ടത് ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. അതിനിപ്പോൾ എന്തോർക്കാൻ, നമ്മൾ രണ്ടുപേരും പോയത് ഒന്ന് രമേശൻ്റെ വീട്ടിൽ പോയി മാധവനെ കണ്ട് തിരിച്ചു വരുമ്പോൾ. കണ്ടിട്ടിന് അതൊക്കെ ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ടോ? അതൊക്കെ മറക്കാൻ പറ്റുമോ ഗീതു? ജീവിതത്തിൽ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അതൊക്കെ എന്നും നമ്മുടെ ഗോവിന്ദ്. അത് കേട്ടതും ഗീതുവിന് ഭയങ്കര സങ്കടമായി. അന്നത്തെ ദിവസം ഇപ്പോഴും മറക്കാൻ പറ്റില്ല അല്ലേ കണ്ണേട്ടാ? അതെ, എന്തായാലും മാധവനെ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു കിട്ടിയല്ലോ, സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ സമാധാനത്തോടെ നിൽക്കുക. ഈ സമയം ഗീതു, കണ്ണേട്ടാ എന്താ ഗീതു, എനിക്ക് നന്നായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യാൻ തോന്നുക. ഫൈറ്റ് ചെയ്യാനോ? എനിക്ക് പറ്റില്ല, എനിക്ക് കണ്ണേട്ടനെ കടിക്കുകയും പിച്ചുകയും മാന്തുകയും പറിക്കുകയും ഒക്കെ ചെയ്യണം. അത് കേട്ടതും അയ്യടാ, നിനക്ക് കടിക്കുകയോ പിച്ചൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ തല്ലു പിടിക്കില്ല, തല്ലു പിടിക്കാൻ എന്നെ കിട്ടില്ല എന്നും ഗോവിന്ദ്. അത് കേട്ടതും ഗീതു, കണ്ണേട്ടാ പ്ലീസ് കണ്ണേട്ടാ, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ഗോവിന്ദ് വാശി പിടിച്ചിരിക്കുമ്പോൾ ഗീതു, മോളെ ലച്ചുമോളെ, ലക്ഷ്മിക്കുട്ടി എന്നും പറഞ്ഞ് വിളിക്കുക. ഇത് കേട്ടതും ഗോവിന്ദന് ചൊറിഞ്ഞു കയറുക. ലക്ഷ്മിക്കുട്ടി എന്ന് വിളിക്കാൻ ഇവക്കടെ വയറ്റിനകത്ത് എന്താ വല്ല ആനയോ ആണോ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. എന്നിട്ട് ദേഷ്യം മാറ്റാൻ വേണ്ടി ഗോവിന്ദ് പാട്ട് പാടുക. പാട്ട് പാടുന്ന കണ്ടിട്ട് ഗീതു, കണ്ണേട്ടന് ദേഷ്യം വരുന്നില്ല അല്ലേ? ഏയ് ഇല്ല, എനിക്കൊരു തുള്ളി ദേഷ്യം പോലും വരുന്നില്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നും ഗോവിന്ദ്. അപ്പോൾ ലക്ഷ്മി മോളെ, അമ്മയുടെ ലക്ഷ്മി മോളെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിക്കുക. കേട്ട് ഗോവിന്ദന് ദേഷ്യം ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. എന്തായാലും കണ്ണേട്ടാ, ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ല. ദേഷ്യം പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ലാതിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഗീതു. ലാസ്റ്റ് പ്രശ്നങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു. ഈ സമയം അവർ കടയിലെത്തിയത് മസാലദോശ ഇങ്ങനെ കണ്ടു ഗീതുവിനെ ഒന്നുകൂടെ സന്തോഷമായി. ഹായ്, ഞാനും ആഗ്രഹിച്ചിരുന്നു, പക്ഷേ രേഖേച്ചിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നായിരുന്നു അപ്പം എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹം മൂടി വെച്ചത്. എന്തായാലും സാരമില്ല, എൻ്റെ ആഗ്രഹം എൻ്റെ കണ്ണേട്ട സാധിച്ചു തരുന്നുണ്ടല്ലോ. പാവൻ രേഖേച്ചിയുടെ കാര്യമാണ്, വല്ലാത്ത കഷ്ടം. ഗീതു, ഇനി ഇത് ഈ സാമ്പാറിൽ മുക്കി ചട്നിയിൽ മുക്കി നിനക്ക് ഞാൻ തന്നെ വാരിത്തരാം എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിന് വാരി കൊടുക്കുക. അങ്ങനെ ഗീതു ഗോവിന്ദനും രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്ന് മസാലദോശ കഴിക്കുന്നതുകൊണ്ട് ആ അയ്യരിന് ഭയങ്കര സന്തോഷമായി. നല്ല പിള്ളേർ, ഇതുപോലെ എന്നും ഇവർ സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കണം, എൻ്റെ ഭഗവാനെ എന്നും ഇവർക്ക് കൂട്ടുണ്ടായിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് വീണ്ടും മസാലദോശ കൊണ്ടുവന്ന് കൊടുക്കുക. അതേ, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ കട പൂട്ടി പോവുമായിരുന്നു, സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സാറിൻ്റെ വിളി. സാറ് വിളിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മസാലദോശ ഉണ്ടാക്കി തരുമായിരുന്നു. അതെ, ഈ വ്യാക്കുളുകാരിയുടെ വാക്കുകൾ തീർക്കാനാണ് ഞാൻ മസാലദോശ പറഞ്ഞത്. എനിക്ക് വെറും വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ തീറ്റിക്കണമെന്ന് ആഗ്രഹം കണ്ണേട്ടനായിരുന്നു അയ്യരെ. അത് കേട്ടതും അത് നല്ലതാ, എനിക്കറിയാം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എൻ്റെ വീട്ടിലും പെൺമക്കളുണ്ട് എന്നും നമ്മുടെ അയ്യര്. അത് കേട്ടതും ഗോവിന്ദന് സന്തോഷമായി. എന്നാലേ കുറച്ചും കൂടെ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഓംപ്ലേറ്റും കൂടെ ഉണ്ടാക്കി വെച്ചാനായിരുന്നു. ഓംപ്ലേറ്റോ? ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണെന്നാണല്ലോ കേട്ടത്. അയ്യോ ഗീതു, അതിന് ഇവിടെ ഉണ്ടാക്കുന്നത് മുട്ടയിലുള്ള ഓംപ്ലേറ്റ് അല്ല, പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നതേ ഒരു തരം വെജിറ്റേറിയൻ ഓംപ്ലേറ്റാ. വെജിറ്റേറിയനോ? അതെ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് കഴിക്കാനേ വിദേശത്തുനിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ അയ്യര് തേടിയെത്തും. സത്യമായിട്ടും എന്നാ അതെനിക്കൊന്ന് ഉണ്ടാക്കി തരണമല്ലോ. ഇനി ഒരു ദിവസം വാ, ഉറപ്പായിട്ടും ഉണ്ടാക്കിത്തരാം. രാത്രി അതും സ്റ്റാഫുകളുണ്ടെങ്കിൽ ഒരു ഹെൽപ്പായിരുന്നു, അതുകൊണ്ടാണ്. ശരി, അന്നേരം മതി. എന്നാൽ നിങ്ങൾ കഴിക്ക്, സന്തോഷത്തോടെ കഴിക്കും, ഞാൻ അവിടെ എങ്ങനെ ഇരിക്കുക. ഇനി വേണമെങ്കിൽ പറയണേ. പറയാം അയ്യരെ എന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ ഗീതു ഗോവിന്ദനെ നോക്കുക. കണ്ണേട്ടാ പറഞ്ഞത് കേട്ടോ, വെജിറ്റേറിയൻ ഓംപ്ലേറ്റ് എന്നല്ലേ? അതെ ഗീതു, അത് നിനക്ക് ഇതുവരെ അറിയില്ല? ഇല്ല. അത് കേട്ടപ്പോൾ തന്നെ കൊതിയാവുന്നു കണ്ണേട്ടാ, അതിൻ്റെ രുചിയൊന്നും അറിയണം.
അതിനെന്താ, നമുക്കും ചെയ്യാമല്ലോ. എങ്ങനെ? അതൊക്കെയുണ്ട്. എന്തായാലും ഞാൻ നിനക്ക് പറഞ്ഞുതരാം അതിൻ്റെ റെസിപ്പി. നീ വേണമെങ്കിൽ വീട്ടിൽ ചെയ്ത് കഴിച്ചോ. രേഖയ്ക്കും രഞ്ജുവിനും പ്രിയമോൾക്കും ഒക്കെ ഒന്ന് കൊടുക്ക്. എല്ലാവർക്കും കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. പുതിയ രുചിയിലുള്ളൊരു സാധനം കഴിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സൊന്നും അറിയും. അത് ശരിയാ കണ്ണേട്ടാ. എന്തായാലും ഈ അയ്യറിനോട് റെസിപ്പി ചോദിച്ചിട്ട് നമുക്കുണ്ടാക്കിയും കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇതോടെ നിൽക്കുകയാണ്. അങ്ങനെ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.